എത്ര മനോഹരമായിട്ടാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ എടുത്തു പറയുന്നത്. അല്ലേ, ഹൃദയം ചിന്തിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അവയവങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രവർത്തിക്കാൻ കഴിയില്ല. നമ്മളെ ചിന്തയാണ്, ഇപ്പൊ അങ്ങോട്ട് പോകണം, നമ്മുടെ ചിന്താഗതിയാണല്ലോ അല്ലെ. ഒരാളെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് അടിക്കണം, അതെന്താണ്, നമ്മുടെ ചിന്താഗതിയാവും. അപ്പൊ മഹാരഥനായിട്ടുള്ള പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു തരുന്ന കാര്യം എന്താണ്? ലാ യുംകിനു അൻ യതഖല്ലഫൽ ബദൻ അമ്മാ യുരീദുൽ ഖൽബ്. ഹൃദയത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മറ്റു പ്രവർത്തനങ്ങൾ അടക്കുന്നത്. അപ്പൊ ഹൃദയ ശുദ്ധീകരണം എന്നുള്ളത് നമ്മുടെയൊക്കെ മേൽ അനിവാര്യമായിട്ടുള്ള ബാധ്യതയാണ്. ആ ഹൃദയം രോഗത്താൽ മുങ്ങിക്കുളിച്ചവനാണ് ആര്? മുനാഫിക്കീങ്ങള് അല്ലെ. ഹൃദയം രോഗത്താൽ മുങ്ങിക്കുളിച്ചവനാണ് ആര്? മുനാഫിക്കീങ്ങൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫീ ഖുലൂബിഹിം മറദ് ഫസാദഹുമുല്ലാഹ്. അവരുടെ രോഗം എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കുകയാണ്. അതിങ്ങനെ കുറഞ്ഞൊന്നും വരുന്നില്ല, അത് മാറിപ്പോകുന്നില്ല. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാനും ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനും നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. കാരണം തഖ്വ എവിടെയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? റസൂൽ അങ്ങനെ ചൂണ്ടിയിട്ടാ പറഞ്ഞത്. എന്താ പറഞ്ഞേ? അതെ, അതെ 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 അതെ. അപ്പൊ തഖ്വ ഹാഉന അല്ലെ, തഖ്വ ഇവിടെയാണെന്ന് റസൂലുള്ളാഹി എന്ത് ചെയ്യാണ്? ഇങ്ങനെ പറയാം. ഇവിടെ നിസ്കാരത്തയമ്പ് അല്ല, നിര്യാണിന്റെ അതൊക്കെ ഇതിന്റെ അടയാളങ്ങളാണ്, ശിആറുകളാണ് അല്ലെ. എന്നാൽ തഖ്വ എവിടെ? അത് ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട റസൂലുള്ളാഹി മൂന്ന് തവണ റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഇത് ആവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഡ്രസ്സോ നമ്മുടെ വസ്ത്രമോ നമ്മുടെ നടത്തമോ നമ്മുടെ പ്രതാപമോ ഒന്നുമല്ല എന്ത് ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ നമ്മെ എന്ത് ചെയ്യുക, കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമയാണെന്ന് മനസ്സിലാക്കാനും അവൻ സ്വർഗീയ വാസിയാണെന്ന് രേഖപ്പെടുത്താനൊക്കെ മാനദണ്ഡാവുക. അതൊന്നുമല്ല. പിന്നെന്താ മാനദണ്ഡാവുക? അതെ 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 അതെ. നമ്മുടെ ഈമാന് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ആ രൂപത്തിൽ കഴുകി കളഞ്ഞേ മതിയാകും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ ഈമാൻ എന്നുള്ളത് വസ്ത്രം ഒരുമിച്ച് പോകുന്ന പോലെ ഒരുമിച്ച് പോകും. എത്ര മനോഹരമായിട്ടുള്ള ഒരു വചനമാണ്. വസ്ത്രം നമ്മൾ ഒരു കാലത്തിനപ്പുറത്ത് എന്ത് ചെയ്യും? അത് കേട് വന്നു പോകും, അത് ഒരുമിച്ച് പോകും അല്ലെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫസ്അലുല്ലാഹ യുജദ്ദിദൽ ഈമാന. നിങ്ങൾ അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. എന്താ ചോദിക്കേണ്ടത്? നിങ്ങളെ ഈമാന് പുതുക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ റഹ്മാനായ റബ്ബിനോട് ചോദിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ടല്ലോ, ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ അല്ലേ. തഖ്വ കൊണ്ട് അവരെന്ത് ചെയ്തു? പരീക്ഷിച്ചു എന്നുള്ളതാണ്. ഒരു കൂട്ടരെ പരീക്ഷിച്ചു എന്നുള്ള. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയും ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവരെ പോലും എന്ത് ചെയ്തു? റഹ്മാനായ റബ്ബ് പരീക്ഷിച്ചു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകും എന്നുള്ളത് നമ്മൾ ഭയപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മള് മുനാഫിക്കീങ്ങളുടെ ലക്ഷണവും മുനാഫിക്കീങ്ങളുടെ സ്വഭാവങ്ങളും പഠിക്കുമ്പോൾ ആ നിഫാക്കിന്റെ ഒരു അടയാളം പോലും എന്റെ ജീവിതത്തിൽ വരൂല എന്നൊരു തീരുമാനം എന്ത് ചെയ്യണം? നമ്മൾ എടുക്കണം. അതൊക്കെ വളരെ ഗൗരവപൂർവ്വം റസൂലുള്ളാഹി പഠിപ്പിക്കുക. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളെ മുഖഭാവത്തിലേക്കോ നിങ്ങളുടെ ശരീരഭാഗത്തിലേക്കൊന്നും അല്ലട്ടോ അല്ലാഹു സുബ്ഹാനഹു തആല നോക്കുക. അമ്വാലിക്കും, നിങ്ങളുടെ സമ്പത്തിലേക്കല്ല നോക്കുക. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അല്ലേ, നിങ്ങളുടെ ഖുലൂബിലേക്കാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് റഹ്മാനായ റബ്ബ് നോക്കും. നിങ്ങളുടെ അമലുകളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല നോക്കുക. ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ എത്ര സുന്ദരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലെ. ഇപ്പൊ തബൂക്ക് യുദ്ധത്തിന്റെ സമയത്താണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. അപ്പൊ അവർക്കിടെ ഒരു മത്സരം നടക്കണ് നാട്ടില്. വരിസംഖ്യ ഞാനൊരു
1000 കൊടുത്തിട്ട് എന്റെ പേരൊന്ന് 4 ആൾ അറിഞ്ഞോട്ടെ എന്ന നിലക്കല്ല, അങ്ങനെയല്ല. പിന്നെയോ അള്ളാഹുവിന്റെ അരികിൽ ഞാൻ എന്ത് ചെയ്യണം? പ്രതാപമുള്ളവനായി മാറണം. റഹ്മാനായ റബ്ബിന്റെ അരികിൽ എനിക്ക് സ്വർഗീയ ആരാമത്തിൽ വിരാജിക്കാൻ കഴിവുള്ളവനായി, തൗഫീഖുള്ളവനായിട്ട് ഞാൻ മാറണം. അപ്പൊ അതിന് എന്ത് മത്സരം? ആ മത്സരമായിരുന്നു അവർക്കിടയിൽ. ആർക്കിടയില്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും അരികിൽ നടന്നത്. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? സമ്പത്തിന്റെ പകുതി ഭാഗം കൊണ്ടുവന്നു, അല്ലെ? വലിയൊരു ക്വാണ്ടിറ്റിയാ കൊണ്ടുവന്നത്, കുറച്ചൊന്നല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അത്ര കൊണ്ടുവന്നിട്ടില്ല, അല്ലെ? പ്രാഥമിക വായിച്ചാൽ എന്തൊരു തോന്നൂല, ഉമർ റളിയല്ലാഹു അൻഹു എന്ന് കൊണ്ടുവന്നത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചത്, ഞാൻ എന്ത് ചെയ്തു? ഇന്ന് ഞാൻ ജയിച്ചു എന്നുള്ള രൂപത്തിൽ നിന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമർ എന്താ ബാക്കിയുള്ളത്? റസൂലേ, പകുതി ഉണ്ട് കേട്ടോ. റസൂലേ, പകുതി ഉണ്ട്. എന്നാലോചിച്ച് നോക്കിയേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, റസൂലേ അബൂബക്കർ എന്താ ബാക്കിയുള്ളത്? അള്ളാഹുവിന്റെ റസൂലുണ്ട്, വേറൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂലുണ്ട്. അവിടെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ഇല്ല. ആ റഹ്മാനായ റബ്ബിന്റെ കൽപ്പന ശിരസാ വഹിക്കാൻ കാണിച്ച താല്പര്യവും ആ ഒരു ത്വരയുമാണ് പ്രിയപ്പെട്ടവർ എന്ത് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? ആ പ്രാധാന്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് പോലും കൊടുത്ത്. അതാണ് ഈ ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹ് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ അമാലുകളിലേക്ക് നോക്കുക. എത്രത്തോളം എന്നറിയോ? മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഇപ്പൊ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ഉലമാക്കൾ പഠിപ്പിക്കുന്നത്, ഫകം മിൻ ലരീഫ് ലിസാനി ജമീലിൽ മൗളർ അലീം ഷഹീൻ ഹാലികിൻ ഗദൻ ഫിൽ ഖിയാമത്തി ലിസൂഇ അമലിഹി വഖആബത്തി മുൻഖലിബിഹി വഖുബ്ഹി സീറതിഹി വസൂഇ സീറതിഹി ഫൽ ഖൽബു ഹുവ മഹല്ലു നളിരിൽ ഹഖ്. ആ ഒരു നീണ്ട ഒരു ഇബാറത്ത് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഇതിന്റെ ആകത്തുക? എന്താണ്? എത്രയെത്ര സുന്ദരന്മാരാണ്, അല്ലെ? എത്രയെത്ര കാഴ്ചക്ക് ഭംഗിയുള്ളവരാണ് നാളെ ഖിയാമത്ത് നാളിൽ നശിക്കുന്നത്. നല്ല വസ്ത്രം, നല്ല രൂപത്തിലൊക്കെ ഉണ്ടാവും. അവര് നാളെ ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും? നശിക്കും. എന്ത് കാരണത്താൽ? അവരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കാരണത്താൽ. അതൊരു പക്ഷേ പ്രകടമാകണമെന്നില്ല, അവരെ ഹൃദയത്തിന്റെ മോശാവസ്ഥ കാരണത്താൽ. അതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ടാർഗറ്റ് ചെയ്ത് പ്രത്യേകം എടുത്ത് പറയേണ്ട. അവരുടെ ഹൃദയം മോശമായത് കാരണത്താൽ, അവരുടെ ഹൃദയം രോഗമുള്ളത് കാരണത്താൽ അവർ നാളെ എന്ത് ചെയ്യും? ഖിയാമത്ത് നാളിൽ നശിക്കുന്നവരായി മാറുമെന്നുള്ളത് പറയാണ്. ഫൽ ഖൽബു ഹുവ മഹല്ലു നളിരിൽ ഹഖ്. ഖൽബാണ്, ഹൃദയമാണ് എന്ത്? ഏത് കാര്യത്തിന്റെയും അടിസ്ഥാനം എന്താ? അത് ഹൃദയമാണ്, അല്ലെ? ഹൃദയത്തിന്റെ ചിന്താഗതിക്ക് അനുസരിച്ചാണ് എന്തും പറയാം. അവര് വിശ്വസിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുലോ ഇതൊക്കെ വിശ്വസിച്ചു എന്ന് അവര് വാവുകൊണ്ട് പറയുന്നു. പക്ഷെ അവരുടെ ഹൃദയത്തിന് വിശ്വാസം ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഈമാനിന്റെ നിർവചനം പറഞ്ഞപ്പോ പണ്ഡിതന്മാര് പറഞ്ഞെന്താ? ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, അല്ലെ? നമ്മളത് പ്രത്യേകം പഠിക്കണം. ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? വിശ്വസിക്കണം, അല്ലെ? വഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയും വേണം. ഇത് വിശ്വാസമൊക്കെ ഉണ്ട്, ഇപ്പൊ പറഞ്ഞ ശരിയാവൂല, തടി കേടാവും എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? അപ്പൊ വിശ്വാസം ശരിയാവൂല. അതേപോലെ തന്നെയോ വഅമലുൻ ബിൽ ജവാരിഹ്, അവയവങ്ങളാൽ പ്രവർത്തിക്കുകയും വേണം. ഈ 3 കാര്യങ്ങൾ കൂടി ചേർന്ന് വരുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈമാനിന്റെ നിർവചനം. ഒരാൾ മുഅ്മിനാവുക. ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് എന്ത് ചെയ്യണം? പ്രഖ്യാപിക്കണം. വഅമലുൻ ബിൽ ജവാരിഹ്, അവയവങ്ങളാൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കുകയും വേണം, അല്ലെ? ചിലവര് ഹൃദയം കൊണ്ട് വിശ്വസിച്ചവരുണ്ട്, മുഹമ്മദ് നിന്റെ മതമാണ് ശരിയെന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തില്ല? ആർജവത്തോടെ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയാൻ എന്ത് ചെയ്തില്ല? അവർക്ക് ആർജവം കാണിച്ചുള്ള കൂട്ടത്തിലും ചിലരൊക്കെ ഉണ്ടാവും, ഉണ്ടണ്ട അത് ശരിയാന്നൊക്കെ അറിയാം, ഇപ്പൊ ശരിയാവൂല എന്ന് പറഞ്ഞു നടക്കുന്നു. അത് ശരിയായ നിലപാടല്ല. അപ്പൊ ഇത് ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, എന്നാ ഖൗലുൻ ബിൽ ലിസാൻ, നാവുകൊണ്ട് പറയേണ്ടത്. മുനാഫിഖീങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ എന്ത് ചെയ്ത് വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ എന്തില്ല? അവരുടെ തൊണ്ടക്കുഴിയിൽ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടാവില്ല. അവർ വിശ്വാസികളാണോ? അവരൊരിക്കലും വിശ്വാസികളല്ല. അപ്പൊ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധവും അനിവാര്യവുമായിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കി നിങ്ങൾ, ലഖൽബു ഇബ്നി ആദം,
ഒരു ആദം സന്തതിയുടെ ഹൃദയം എന്നുള്ളത് എത്ര മനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങളാണെന്ന് അറിയാം. റസൂലുള്ളാഹിന്റെ അസ്റഉ തഖല്ലുബ മിനൽ ഖിദ്രി ഇദസ്തജമഅത ഖലയാനൻ. സഹോദരിമാർക്ക് അത് ഒന്നും കൂടി വ്യക്തമാവും. ഈ പാത്രത്തില് വെള്ളം വെട്ടി തിളക്കുന്നത് പോലെ എന്ത് ചെയ്യും? നിങ്ങളുടെ ഹൃദയം മാറി മറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാത്രത്തിൽ വെള്ളം വെട്ടി തിളക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വളഞ്ചലുണ്ടാവുമല്ലോ, അതുപോലെ നിങ്ങളെ ഹൃദയം മാറി മറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട് എന്നൊരു അവസ്ഥ നമുക്ക് എത്തിപ്പെടില്ല, ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ല എന്ന് എന്ത് ഉറപ്പാ നമുക്കുള്ളത്? ഞാൻ മുവഹിദാണ്, സലഫിയാണ്, കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകണു ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു പോസിറ്റീവ് ചിന്താഗതി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളത് നേരത്തെ ഒപ്പിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാറാം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ധാരാളം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയായിട്ട് ഞാൻ എന്ത് ചെയ്തത് സൂചിപ്പിച്ച, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് മസലുൽ ഖൽബ് മസലുൽ ഈശ. അല്ലെ, ഒരു ഇലയെ പോലെയാണ് ഹൃദയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം ഇലയെ പോലെ. എങ്ങനെയുള്ള ഇലയാണ് എന്നറിയോ? പ്രവാചകൻ ഉപമിക്കുന്നത് ഒരു അതെ, ഒരു തരിശ് ഭൂമിയിൽ കിടക്കുന്ന ഒരു ഇലയെ പോലെ. ആ ഇല എന്ത് ചെയ്യുന്നു? ആ കാറ്റിന്റെ വേഗതക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഇലക്ക് സ്വതന്ത്രമായി ഒന്നും ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? മാറി മാറി. ഇതുപോലെയാണ് ഹൃദയം. അപ്പൊ നാം കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ നാം ഇടപെടുന്ന മേഖലകളൊക്കെ ശ്രദ്ധിക്കണമെന്നും കൂടിയും പറയാനുള്ള കാരണം ഇതുകൊണ്ടാണ്. അല്ലെ, ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നോക്കണം. അല്ലെ, ഫൽയൻദുർ എന്ന് പ്രവാചകൻ പ്രയോഗിച്ചു. എന്ത് ചെയ്യണം? പരിശോധിക്കണം. കാരണം എന്ത് കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. ഹൃദയം എങ്ങനെ എത്ര വേഗതയിൽ എന്ത് ചെയ്യാം? മാറി മറിയാം എന്നുള്ളതൊക്കെ ഈ അടിസ്ഥാനങ്ങളാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഹൃദയ ശുദ്ധീകരണത്തിന് പണ്ഡിതന്മാരെന്ത് ചെയ്യുന്ന ചില കാര്യങ്ങൾ പഠിപ്പിക്കലുണ്ട്. ഇപ്പൊ നമ്മള് ഈ മുനാഫിക്കുകളുടെ വിശേഷണങ്ങൾ പഠിക്കുമ്പോൾ അത് നമ്മൾ അറിയണം. നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ, നമ്മൾ അതിന്റെ ഭാഗവക്കാവാതിരിക്കാൻ, നാം അതിന്റെ വഴിയരികില് അടുത്തു പോലും ചെയ്യാതിരിക്കാൻ, നടന്നു പോവാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ആ കാര്യം പഠിക്കണം. നമ്മളൊന്നും ചിലപ്പോൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ചില കാര്യങ്ങളാണ് പണ്ഡിതന്മാരെന്ത് ചെയ്യും പഠിപ്പിച്ചു തരുന്നുള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അറിയണം എന്നുള്ളതാണ്. മഅരിഫത്തു അസ്മാഇല്ലാഹി വസിഫാത്തിഹി എന്നാണ്. അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ച്, അള്ളാഹിന്റെ സിഫാത്തുകളെ കുറിച്ച് അറിയണം. അതൊരു മുഅ്മിനിനെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അറിയാൻ കഴിയും. മുനാഫിക്കിന് അതിന്റെ പണിയൊന്നും നിൽക്കൂല. കാരണം ഈമാനിനോടൊരു ഹുബ്ബ് വേണം. ഈമാനിനോട് ഇഷ്ടം ഉണ്ടാവുമ്പോഴേ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ അറിയണം എന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടാവുള്ളൂ. അല്ലെ, അലീമെന്നും ബസീറെന്നും റഹ്മാനെന്നും റഹീമെന്നും ഖദീറെന്നും റഊഫെന്നും വദൂദെന്നും ജബ്ബാറെന്നും ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ അറിയാതെ ത്വരണ്ടല്ലോ, അത് വിശ്വാസികൾക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ അള്ളാഹിന്റെ അസ്മാകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. നമ്മള് എല്ലാം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, താല്പര്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇസ്മുകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട്? അള്ളാഹ്ക്ക് എത്ര നാമങ്ങളുണ്ട്? 99 നാമം. എല്ലാരും ആ ഒരു നിലപാട് തന്നെയാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും സിഫാത്തുകളും ക്ലിപ്തമല്ല. 99 പിന്നെ 99 ഹദീസിൽ വന്നു. അതേതാ? ഇന്നലില്ലാഹി തിസ്അതൻ വതിസ്ഊന ഇസ്മൻ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അല്ലാഹുക്ക് 99 നാമങ്ങളുണ്ട്. ആ 99 നാമങ്ങൾ ആരെങ്കിലും ഇഹ്സാ ചെയ്യുകയാണെങ്കിൽ, പിൻപറ്റി അത് അമലാക്കി അതിനെ തെറ്റി തേടി അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ദഖലൽ ജന്ന. ആ 99 നാമങ്ങൾ വാരിതാണ്, പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. അല്ലെ, അതല്ലാത്തതുകൊണ്ട് വേറു മുഹദ്ദദാണ്, കണക്കല്ലാത്തതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ. അതാണ് എന്ന് എന്ത് ചെയ്തത്? നീ രഹസ്യമാക്കി വെച്ചത് എന്നെന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പോലും നമ്മൾ ഉൾപ്പെടുത്തിയത്. അപ്പൊ അള്ളാഹിന്റെ നാമങ്ങൾ കൃത്യതമല്ല. എന്നാൽ ഇവിടെ പഠിപ്പിക്കപ്പെട്ട 99 നാമങ്ങളുണ്ട്. അതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാനും പരിശ്രമിക്കാനും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവന്റെ ഹൃദയം എന്ത് ചെയ്യും? രോഗമുക്തമാകുമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കും. കാരണം അവന് ഹബീറായ റബ്ബിനെ കുറിച്ച് അറിയും. അല്ലെ, അലീമായ എല്ലാം അറിയുന്ന അള്ളാഹിനെ കുറിച്ച് അവൻ അറിയും. അതിങ്ങിട്ട് അലീം എന്ന് പറയുമ്പോ കുറച്ചോനെ എന്തും അറിയുമല്ലോ അള്ളാഹ്. ഹബീർ എന്ന് പറയുമ്പോ റബ്ബെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാ. അപ്പൊ
അപ്പൊ ആ റബ്ബിന് ഒന്നും അറിയാത്തതായിട്ട് ഉണ്ടാവൂല. അപ്പൊ അവന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ കൊണ്ടുവെക്കുന്ന വിശ്വാസത്തെ പോലും ചിന്തയെ പോലും ആർക്കറിയാൻ കഴിയും? അള്ളാഹ്ക്കറിയാം. എന്നാ ബോധം എനിക്ക് ഉണ്ടാവും. അതാണ് ഇസ്മുകൾ പഠിക്കുമ്പോൾ, അള്ളാഹിന്റെ സിഫാത്തുകൾ പഠിക്കുമ്പോൾ കിട്ടുന്ന ഗുണം എന്നുള്ളത് അല്ലെ. സമയ അള്ള എല്ലാം കേൾക്കും. ഞാൻ ഇപ്പൊ എന്റെ നാവുകൊണ്ട് പറഞ്ഞാലും എന്റെ മനസ്സിന് മന്ത്രിക്കുന്ന മറ്റൊന്നുണ്ടാവുമല്ലോ, അതാര് കേൾക്കും? അള്ളാഹു കേൾക്കും. അതുകൊണ്ടാണ് അള്ളാഹിന്റെ ഇസ്മുകൾ, അള്ളാഹിന്റെ സിഫാത്തുകൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചു നൽകിയത്. രണ്ടാമത്തത് വിശ്വാസികളുടെ ഒരു ഗുണമായിട്ട് അല്ലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ശിർക്ക് നമ്മിൽ കടന്നു വരാൻ പാടില്ല അല്ലെ. ശിർക്ക് വരാതിരിക്കാനുള്ള പ്രാർത്ഥനകളുണ്ട്. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നിപ്പോ ശിർക്ക് ചെയ്യേ, ഇന്നിപ്പോ നമ്മളൊരു ശിർക്ക് വരെ അല്ലെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം ഇട്ട് തരും. എന്താണ്? മാറ്റമാറാത്ത രോഗം ഇട്ട് തരും. കുറെ ചികിത്സിച്ചു, ഒരു പിടുത്തമില്ല. മെഡിക്കൽ സയൻസിന് ഒരു സ്കാനിങ് കൊണ്ടും ഒരു ബ്ലഡ് റിപ്പോർട്ട് കൊണ്ടും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ആൾക്കാർ വിശ്വാസം ഉണ്ടാക്കും, ഇവിടെ നിന്ന് പോയൊക്കെ ആരും അറിയാതെ ഒന്നാണ് പോയൊക്കെ, അതൊക്കെ അന്ന് പുറത്തു വരും. അങ്ങനത്തെ ഒരു ചിന്താഗതിയെ പിശാച് ഇട്ടുതരിക. പക്ഷെ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യൂല, വിഗ്രഹം ആരാധിക്കുന്ന ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവെക്കൊന്നുമില്ല. അങ്ങനെ പതിയെ ചെന്ന് പോയോക്കിക്ക, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്റെ കുട്ടിന്റെ കാര്യത്തിനല്ലേ എത്രയില്ലേ, അങ്ങനെ ചെറിയതിനോട് തള്ളി വിടും. ഇതാണ് പിശാച്. എല്ലാരും ഒരേപോലെ അല്ല എന്ത് ചെയ്യുക, പിശാച് വഴിപഴപ്പിക്കുക. ഓരോരുത്തരെ ഓരോ രൂപത്തിലാണ് വഴിപഴപ്പിക്കുക അല്ലെ. ഇപ്പൊ നല്ലോണം നിസ്കരിക്കാൻ വരുന്നവനെ നിസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടാവൂല. ആ നിസ്കരിക്കാൻ വേണ്ടി കൈയ്യെട്ടിയാൽ തുടങ്ങിക്കോളും. ഓർക്ക് ഓരോ ചിന്തകൾ ഇട്ടേരും. കടയത്തെ കണക്ക് ഓർമ്മ വരും അല്ലെ, മോട്ടോർ ഓഫ് ആക്കാത്തത് ഓർമ്മ വരും, എല്ലാം ഓർമ്മ വരും. അതെന്താ? പിശാചിന്റെ കളി അങ്ങനെയോ. എല്ലാരും ഒരേപോലെ വഴിപഴപ്പിക്കാന് ഒരേ പാറ്റേൺ ഒരേ സ്ട്രക്ചർ എടുത്ത് ഇറങ്ങിയാലൊന്നുമില്ല. ഓരോരുത്തരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഇവരെങ്ങനെ വഴിപഴപ്പിക്കാന്ന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. അത് വെറുതെ പറഞ്ഞൊന്നല്ല. പണ്ഡിതന്മാരിപ്പോ നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നു, ദർസ് എടുക്കുന്നു, നമ്മളെങ്ങനെ വഴിപഴപ്പിക്കാന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കണ്ടേ. നമ്മളെങ്ങനെ കേടുവരുത്താന്ന് അടുത്ത ആഴ്ചത്തെ ഖുർആൻ ക്ലാസ്സിനെ എങ്ങനെ നമ്മളെ പിന്തിരിപ്പിക്കാം, എന്ത് തിരക്കാ കൊടുക്കാൻ പറ്റുക ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതെ നേരായ മാർഗത്തിൽ, അത് പറഞ്ഞ ശരിയാണ് അല്ലേ. സിറാത്തൽ മുസ്തഖീം അല്ലേ. ആ നേരായ പാതയിൽ വരുന്നവരെന്തെയും കേടുവരുത്തും, ഓലെ തടയാൻ വേണ്ടിയിട്ട് നിൽക്കുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്താണ് പഠിപ്പിച്ചത്. അപ്പോ നമ്മൾ ആ വിഷയത്തെ കുറിച്ച് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ശിർക്ക് ആത്മാർത്ഥങ്ങൾ പ്രാർത്ഥിക്കാം. നമ്മൾ ഏറ്റവും നമ്മുടെ രോഗം മാറാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ശിർക്ക് റബ്ബേന്റെ ജീവിതത്തിലേക്ക് കടന്നു വരല്ലേ എന്ന് നമ്മൾ എത്ര ആൾക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊരു സ്വബോധം ഉണ്ടായി, നമുക്കൊരു ബോധം ഉണ്ടായി, ഞാൻ എന്തായി മുവഹിദായി തൗഹീദുള്ളവനായി, ഇനിയിപ്പോ മറ്റെന്ത് വൃത്തിയാണ് ഇതറിയാൻ ശിർക്ക് ചെയ്യൂലെന്നൊരു ബോധം നമ്മളിൽ ഊട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മള് ശിർക്ക് ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി എന്തുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ചെല്ലുണ്ട്, നമ്മൾ എന്നുപോലെ ചെല്ലുന്നുണ്ട് അല്ലെ. പക്ഷേ നീ തരാൻ ഉദ്ദേശിച്ചതേ കിട്ടുള്ളൂ അല്ലെ, നീ തരാൻ ഉദ്ദേശിക്കാത്ത എന്ത് ചെയ്യില്ല, കിട്ടൂല എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അർത്ഥം ഉൾക്കൊണ്ടിട്ടോ ചിന്തിച്ചിട്ടോ നല്ല എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചെല്ലുന്നു എന്ന് മാത്രം. അപ്പൊ ആ ബോധമൊക്കെ എങ്ങനെയെങ്കിലും പിശാചിനെ തള്ളിക്കളയാമെന്നൊരു ചിന്ത ഉണ്ടാകണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിന്റെ അംശങ്ങളുണ്ട് അല്ലെ. ശിർക്ക് എത്ര രൂപത്തിലാ? രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഷിർക്കുൽ അക്ബറുണ്ട്, രണ്ടാമത്തത് ഷിർക്കുൽ അസ്ഗറുണ്ട്. എന്താ ഷിർക്കുൽ അക്ബർ? വലിയ ഷിർക്ക്. ഷിർക്കുൽ അസ്ഗർ എന്താ? ചെറിയ ഷിർക്ക് അല്ലെ. ഷിർക്കുൽ അക്ബർ പറഞ്ഞാൽ നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു മറ്റുമൊക്കെ. ഷിർക്കുൽ അസ്ഗർ എന്താ? റിയാ ആണ് അല്ലെ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുക, മറ്റാർക്കെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, വേണ്ടി ചെയ്യും. അപ്പൊ അതും എന്ത് ചെയ്യണം, നമ്മൾ ഏറെ ഹൃദയത്തിന്റെ ഈ ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ എന്ന ആയത്ത് വിശദീകരിച്ചിട്ടും അതിന് തൊട്ട് താഴെയുള്ള ആയത്തുകൾ എന്താണ് ആയത്തുകൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി.
ഈ കുഴപ്പമുണ്ടാക്കുക പറഞ്ഞ ആൾക്കാരെ പോയിട്ട് പിത്തനാക്കുക എന്നുള്ള എല്ലാ അർത്ഥം. തിന്മകൾ ചെയ്യുക എന്നുള്ള മഅസിയത്തുകൾ അല്ലെ, പാപങ്ങൾ, ശിർക്ക്, ബിദ്അത്ത്, അതുപോലെയുള്ള തിന്മകൾ ചെയ്യുക എന്നുകൂടി എന്തുണ്ട് ഈ ആയത്തിന് അർത്ഥമുണ്ട്. ഞങ്ങൾ തിന്മയൊന്നും ചെയ്യുന്നില്ല എന്നായിരിക്കും അവരുടെ മറുപടി. അപ്പൊ ആ മറുപടി ആരുടെ മറുപടിയാണ്? മുനാഫിഖുകൾ ചെയ്യുന്നത്. അവരുടെ ഹൃദയം തൊട്ടു മുന്നേ അല്ലാഹു പറഞ്ഞു ഫീ ഖുലൂബിഹിം മർദ്, അവരുടെ ഹൃദയം രോഗം കൊണ്ട് പൊതിയപ്പെട്ടിട്ടുണ്ട്. ആ ഹൃദയത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു ഹൃദയത്തിന് ഉടമകളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മാറാൻ പാടില്ല. ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അവ്വലുൻ നാസി യുഖ്ല യൗമൽ ഖിയാമത്തി അലൈഹി റജുലുൻ ഉസ്തുശ്ഹിദ, അല്ലേ, നാളെ ഖിയാമത്ത് നാൾ വിചാരണ ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എങ്ങനെയുള്ളവനാ? ഉസ്തുശ്ഹിദ, ഷഹീദായവനാ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അടരാടി പോരാടിയവനാവൻ. ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, നിങ്ങള് അള്ളാഹിന്റെ ദീനിന് വേണ്ടി അടരാടി പോരാടിയവൻ. നീ എന്താ ചെയ്തത്? സ്വർഗപ്പുര ഷഹീദിന്റെ കൂലി നമുക്കറിയാലോ അല്ലെ? ഷഹീദിന് സ്വർഗാണ്, ഇതിനൊന്നും തടസ്സമില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ എന്താ ചെയ്തതെന്ന് ചോദിക്കും. അല്ലാഹുവേ, ഞാന് ഷഹീദാകുന്നത് വരെ അടരാടി പോരാടിയിട്ടുണ്ടല്ല, അല്ലേ? ഷഹീദാകുന്നവരെ അടരാടി പോരാടിയിട്ടുണ്ടല്ല. വല്ല പറയുന്ന നീ കളവ പറഞ്ഞത്, അല്ലെ? ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഈ വിഷയങ്ങള്. അപ്പൊ എന്താണ് ഇത്? വരാം, നമ്മളിങ്ങനെ സ്വതക്ക കൊടുത്തു, അല്ലെ? സ്വതക്ക കൊടുക്കുമ്പോ കൊടുക്കണ നേരത്തെ നമ്മളുമില്ല, നമ്മള് 500-ന്റെയും 200 കൊടുത്ത് ബാക്കിൽ നിൽക്കുന്ന ഒരാൾ നോക്കല്ലേ, എന്നാൽ 200 കൊടുക്കാം. എങ്ങനെയാണ് എന്റെ ഓൻ കണ്ടോട്ടെ ഞാൻ കൊടുക്കുന്നത് എന്ന് നിനക്ക്. അത് 2 രൂപത്തിലുണ്ട് കേട്ടോ. ഒന്ന് എന്ത് ചെയ്യാം, നമ്മുടെ നെയ്യത്തിനാണ്. ഒന്ന് നമ്മള് 1000 റുപ്യ കൊടുക്കുന്നത് കണ്ടിട്ട് കൊടുക്കട്ടെ, അവനക്കൊരു പ്രോത്സാഹനമാവട്ടെ. അത് റിയാവൂല. പക്ഷെ അങ്ങനെ ചിന്തിക്കണവർ എത്ര ഉണ്ടാവുള്ളൂ? തുച്ഛ ഉണ്ടാവുള്ളൂ, അല്ലെ? അതായത് അതെ, എന്താണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്? ഇത് നോക്കിയേ, തുച്ഛ ഉണ്ടാവുള്ളൂ. അല്ലാത്തവരൊക്കെ എന്താ, അത് നാട്ടിലറിഞ്ഞോട്ടെ എന്ന ചിന്തയിലാണ് പലപ്പോഴും കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ കർമ്മങ്ങൾ പോലും എന്ത് ചെയ്യില്ല, അന്ന് സ്വീകരിക്കൂല എന്നുള്ള ഇക്ബലു ഹാദി വത്റുഖു ഹാദി എന്ന് പറയും. ഇത് സ്വീകരിച്ചട്ടോ, ഇതാണ് ഒഴിവാക്കിക്കോട്ടോ എന്ന് മലക്കുകളോട് അന്ന് പറയുന്ന. നമ്മളിങ്ങനെ വിചാരിക്കും കുറെ ഉണ്ട്, ഇത് എടുത്തോട്ട് ഒഴിവാക്കിക്കോ എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് പ്രിയപ്പെട്ടവരെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കുക എന്നുള്ളത് ഏറെ ഗൗരവമാണ്. നോക്കിയേ, മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്. അവ്വലു മൻ തുസഅറു ബിഹി നാറു മിനൽ മുവഹ്ഹിദീന അൽ-ഉബ്ബാദുൽ മുറാഊന ബിഅഅമാലിഹിം. നാളെ നരകത്തിൽ ഒന്നാമതായി സ്പർശിക്കുന്നവർ അൽ-ഉബ്ബാദുൽ മുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്തവരാണ്. അവ്വലുഹും അൽ-ആലിമു വൽ മുജാഹിദു വൽ മുതസദ്ദിഖു ലിരിയാഇ. അവരിൽ ഒന്നാമരാരാ? ആലിമാണ്. അല്ലാഹു ബദ്രിശുമാറാകട്ടെ. രണ്ടാമത്തെ ആരാ പ്രിയപ്പെട്ടവർ? മുജാഹിദാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അടരാടി പോരാടിയവരാണ്. അതുപോലെ തന്നെ വൽ മുതസദ്ദിഖ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്വതക്ക കൊടുത്തവരാണ്. അവര് നാളെ ഒന്നാമതായി നരകത്തിൽ സ്പർശിക്കുമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുമ്പോൾ അല്ലാഹു ബദ്രിശുമാറാകട്ടെ. നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? അത്രയും ക്ലിയർ ആവണം. തസ്ഫിയത്തുൽ ഖൽബ്, നമ്മുടെ ഹൃദയം സ്വച്ഛമാക്കണം പ്രിയപ്പെട്ടവരെ. ആ മുനാഫിക്കിന്റെ കുഴപ്പമാണ് രോഗങ്ങളുടെ ഹൃദയം. അങ്ങനത്തെ രോഗങ്ങളുടെ ഹൃദയത്തിന്റെ ഉടമയായിട്ട് നമ്മൾ മാറാതിരിക്കാൻ എത്ര കാര്യങ്ങൾ നമ്മളിന്ന് പഠിച്ചത്? എത്ര കാര്യം പഠിച്ചു? ഹൃദയം പോയോ എല്ലാരെയും? 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, അല്ലെ? ഒന്ന് എന്ത് ചെയ്യരുത്? ഒന്ന് അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫാത്തുകളും നമ്മൾ പഠിക്കണം. രണ്ടാമത്തതോ, ഷിർക്കിൽ നിന്ന് സദാ നമ്മൾ എന്ത് ചെയ്യണം? കാവല് ചോദിക്കണം. ഷിർക്കിൽ നിന്ന് സദാ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നമൽ മുശ്രികൂന നജസ് എന്നുള്ള പറഞ്ഞു, അല്ലെ? മുശ്രിക്കീങ്ങൾ നജസ്സാണ്, ഒരു വിഭാഗത്തെ നജസാക്കിയതാണ്. അല്ല, ഷിർക്ക് എന്നുള്ളത് നജസ്സാണ്. നജസ് എന്ന് പറഞ്ഞപ്പോ നമ്മളെ കയ്യിൽ കുട്ടിയുടെ മലമൂത്രമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് കഴുകിക്കളയും. ഷിർക്ക് എവിടുന്നാ വരുന്നത്? ഹൃദയത്തുന്ന. അപ്പൊ ഹൃദയം നജസ്സിനാൽ പൊതിയപ്പെട്ടതാണെങ്കിൽ അത് കഴുകിക്കളയണം. ആ നജസ് ആവാതിരിക്കല്ലേ. അവിടെ മൂത്രം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സൈഡിൽ കൂടെ നടക്കും, അല്ലെ? ഒരു മൂത്രം ആകുന്ന ഒരവസ്ഥ, മല ആകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അടുക്കൂല. കുട്ടികൾ ഓടി വന്നാലും എടുക്കൂല, അല്ലെ? എന്തുകൊണ്ടാ?
സമയത്ത് ആവരുത് എന്ന നിലക്കാണ്. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ. അപ്പൊ അതേപോലെ എന്ത് ചെയ്യണം, ഷിർക്കിൽ നിന്ന് വേറിട്ട് തന്നെ പോകാനും, നമ്മളിപ്പോ മേത്തൊന്നും ഇല്ലെങ്കിലും നമ്മൾ അതിൽ നിന്ന് എപ്പോഴും റഹ്മാനായ റബ്ബിനോട് കാവലി ചോദിക്കണം. കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്ലാസ്സില് നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആയത്തുകൾ എന്ത് ചെയ്യാം, ഒന്ന് നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.